നമസ്കാരം, ഞാൻ രജന ഇസ്മായിൽ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ബഹ്റൈനിൽ പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിക്കുന്നു. ബഹ്റൈനിൽ പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിക്കുന്നു. രാജ്യത്തെ എല്ലാ പൊതു പാർക്കുകൾ, നടപ്പാതകൾ, പൂന്തോട്ടങ്ങൾ, തീരപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ പുകവലി നിരോധിക്കാനുള്ള നിർദ്ദേശം ക്യാപിറ്റൽ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ സാലിഹ് തരാദ സമർപ്പിച്ചു. പുകവലിക്കാരുടെ അടുത്തുള്ളവർ അനുഭവിക്കുന്ന റിസ്കുകൾ കുറയ്ക്കുകയും പൗരന്മാരുടെയും താമസക്കാരുടെയും ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യുകയെന്ന ലക്ഷ്യത്തോടെയാണ് നീക്കം. ഇത് സംബന്ധിച്ച നിർദ്ദേശം പാർലമെന്റ് സ്പീക്കർ അഹമ്മദ് അൽ മുസല്ലമിനും ഷൂറ കൗൺസിൽ ചെയർമാൻ അലി സാലിക്കും കൈമാറി. എല്ലാ പൊതുസ്ഥലങ്ങളും ഔദ്യോഗികമായി ഈ നിയമത്തിൽ ഉൾപ്പെടുത്തുന്നതിനായി ഭേദഗതി വരുത്തുന്നതിന് അടിയന്തര പിന്തുണ നൽകണമെന്നും തരാദ അഭ്യർത്ഥിച്ചു. പാർലമെന്റിന്റെ വിദേശകാര്യ പ്രതിരോധം ദേശീയ സുരക്ഷാ സമിതി ചെയർമാൻ ഹസൻ ബുക്കാമസ് ഈ നിർദ്ദേശത്തെ പൂർണ്ണമായി പിന്തുണച്ചു. നിർദ്ദേശം ഔദ്യോഗികമായി ഒക്ടോബറിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നാണ് കരുതുന്നത്. പുകയില വിൽപ്പനയിലും പൊതുജനാരോഗ്യ നിലവാരത്തിലും നിയന്ത്രണം കർശനമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള സമഗ്രമായ കരട് നിയന്ത്രണങ്ങളുടെ ഭാഗമായി കിയോസ്കുകൾ, പലചരക്ക് കടകൾ, കേന്ദ്ര വിപണികൾ എന്നിവയിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിക്കാൻ അടുത്തിടെ സൗദി അറേബ്യയുടെ മുനിസിപ്പാലിറ്റികളും ഭവന മന്ത്രാലയവും നിർദ്ദേശിച്ചിരുന്നു. 2025 നെൽസൺ മണ്ടേല സമ്മാനത്തിനുള്ള തിരഞ്ഞെടുപ്പ് സമിതിയിൽ ബഹ്റൈൻ UN പ്രതിനിധിക്ക് അംഗത്വം. 2025 യുണൈറ്റഡ് നേഷൻസ് നെൽസൺ മണ്ടേല സമ്മാനത്തിനുള്ള തിരഞ്ഞെടുപ്പ് സമിതിയിൽ ബഹ്റൈൻ ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരം പ്രതിനിധി അംബാസഡർ ജമാൽ ഫാരിസ് അൽ റുവൈഹിക്ക് അംഗത്വം ലഭിച്ചു. ഏഷ്യ പസഫിക് ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ചാണ് അദ്ദേഹം ഈ സമിതിയിൽ പങ്കെടുത്തത്. UN ജനറൽ അസംബ്ലി നെൽസൺ മണ്ടേല അന്താരാഷ്ട്ര ദിനം ആചരിച്ച ജൂലൈ 18, 2025 ന്യൂയോർക്കിൽ നടന്ന പുരസ്കാര വിതരണ ചടങ്ങിലാണ് അംബാസഡർ അൽ റുഹൈവിയുടെ പങ്കാളിത്തം. കാനഡയിലെ തദ്ദേശീയ സമൂഹങ്ങളുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും പിന്തുണ നൽകുന്ന സാമൂഹിക പ്രവർത്തകയായ ബ്രെൻഡ റെയ്നോൾഡ്സിനും കെനിയയിലെ നഗരങ്ങളിലെ അനൌദ്യോഗിക താമസ കേന്ദ്രങ്ങളിൽ സേവനങ്ങൾ നൽകുന്ന ഷൈനിങ് ഹോപ്പ് ഫോർ കമ്മ്യൂണിറ്റീസ് എന്ന കമ്മ്യൂണിറ്റി അധിഷ്ഠിത സംഘടനയുടെ സ്ഥാപകനും സിഒയുമായ കെന്നഡി ഒഡെഡിക്കുമാണ് 2025 നെൽസൺ മണ്ടേല സമ്മാനം ലഭിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ തത്വങ്ങൾക്കും നെൽസൺ മണ്ടേലയുടെ പാരമ്പര്യത്തിനും അനുസൃതമായി മനുഷ്യരാശിയുടെ സേവനത്തിനായി ജീവിതം ഒഴിഞ്ഞുവച്ച 2 വ്യക്തികൾക്കാണ് എല്ലാ 5 വർഷം കൂടുമ്പോഴും യുണൈറ്റഡ് നേഷൻസ് നെൽസൺ മണ്ടേല സമ്മാനം നൽകുന്നത്. കളിമുറ്റമായി പാഠശാല, അവധിക്കാലം ഉല്ലാസമാക്കി അക്ഷരമുറ്റം. ബഹ്റൈൻ കേരളീയ സമാജം മലയാളം മിഷൻ പാഠശാലയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ച അക്ഷരമുറ്റം ഉല്ലാസക്കളരി ശ്രദ്ധേയമായി. കുട്ടികളിൽ സാമൂഹിക ശേഷികളും മനോഭാവങ്ങളും വളർത്തിക്കൊണ്ടുവരിക എന്ന പഠന പ്രക്രിയയുടെ സുപ്രധാന ലക്ഷ്യങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച പഠനക്കളരിയിൽ വിവിധ കോഴ്സുകളിൽ പഠിക്കുന്ന 200ഓളം കുട്ടികൾ പങ്കെടുത്തു. പഠനം കൂടുതൽ രസകരമാക്കാൻ സഹായിക്കുന്നതിനൊപ്പം സാമൂഹിക കഴിവുകൾ വളർത്തുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത്തരം കളരികൾ സംഘടിപ്പിക്കുന്നതെന്ന് സമാജം ആക്ടിംഗ് പ്രസിഡന്റ് ദിലേഷ് കുമാർ ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കിലും പറഞ്ഞു. പ്രമുഖ നാടക നാടൻ കലാകാരനും പരിശീലകനും സംവിധായകനുമായ ഉദയൻ കുണ്ടംകുഴി കളരിക്ക് നേതൃത്വം നൽകി. പഠനവും ജീവിതവും ഫലപ്രദമാകുന്നത് സമൂഹവുമായുള്ള നിരന്തര കൊടുക്കൽ വാങ്ങലിലൂടെയാണെന്നും പഠനത്തിൽ സംഘപ്രവർത്തനങ്ങൾക്കുള്ള പ്രാധാന്യം വളരെ വലുതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളീയ സമാജം സാഹിത്യ വിഭാഗം സെക്രട്ടറി ശ്രീ വിനയ് ചന്ദ്രൻ സ്വാഗതം ആശംസിക്കുകയും ആക്ടിംഗ് പ്രസിഡന്റ് ശ്രീ ദിലേഷ് കുമാർ, ജനറൽ സെക്രട്ടറി ശ്രീ വർഗീസ് കാരക്കൽ എന്നിവർ ആശംസകളും പാഠശാല കൺവീനർ ശ്രീ സുനേഷ് സാസ്കോ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ഭരണസമിതി അംഗങ്ങളും അധ്യാപകരും രക്ഷിതാക്കളും ഭാഷാ പ്രവർത്തകരും അടക്കം നിരവധി പേർ സന്നിധരായിരുന്ന ചടങ്ങിന് മലയാളം മിഷൻ ചാപ്റ്റർ കോർഡിനേറ്ററും പാഠശാല വൈസ് പ്രിൻസിപ്പളുമായ ശ്രീമതി രജിത അനി ഏകോപനം നിർവഹിച്ചു. BMC ന്യൂസ് ലൈവിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.
BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. വിനോദ് ഭാസ്കറിന്റെ വേർപാട് അനുശോചന യോഗം തിങ്കളാഴ്ച സമാജത്തിൽ. ബ്ലഡ് ഡോണേഴ്സ് കേരള സ്ഥാപകനും സംസ്ഥാന പ്രസിഡന്റും പ്രമുഖ സാമൂഹിക പ്രവർത്തകനുമായിരുന്ന വിനോദ് ഭാസ്കറിന്റെ അകാല നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നതിനായി BDK ബഹ്റൈൻ ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന അനുശോചന യോഗം ജൂലൈ 21 തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ബഹ്റൈൻ കേരളീയ സമാജത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരളത്തിലും ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും രക്തദാന രംഗത്തും മറ്റ് സേവന രംഗത്തും ഒട്ടേറെ പേർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ BDK സ്ഥാപിച്ചു വളർത്തിയെടുത്ത വിനോദ് ഭാസ്കറിന്റെ വേർപാടിൽ അനുശോചിക്കാനായി ബഹ്റൈൻ പ്രവാസി സമൂഹം ഒന്നിച്ചു നടത്തുന്ന പ്രസ്തുത യോഗത്തിൽ രക്തദാനത്തിൽ പങ്കാളികളാകുന്നവരും സംഘടനകളും സാമൂഹിക ജീവകാരുണ്യ സാംസ്കാരിക രംഗത്തുള്ള മുഴുവൻ ആളുകളുടെയും പങ്കാളിത്തം ഉണ്ടാകണമെന്ന് BDK ബഹ്റൈൻ ചാപ്റ്റർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അഭ്യർത്ഥിച്ചു. വോയിസ് ഓഫ് ബഹ്റൈന്റെ 2025-26 വർഷത്തെ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ബഹ്റൈനിൽ അറിയപ്പെടുന്ന സാമൂഹ്യ സംഘടനയായ വോയിസ് ഓഫ് ബഹ്റൈൻ 2025-26 വർഷത്തേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി പ്രവീൺ കുമാറിനെയും സെക്രട്ടറിയായി സനോജിനെയും ട്രഷററായി ജിതിനെയും തിരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റ് മോഹൻദാസ്, ജോയിന്റ് സെക്രട്ടറി സജീഷ്, ജോയിന്റ് ട്രഷറർ ഷർമൾ, ചാരിറ്റി കോർഡിനേറ്റർ അനീഷ്, ബബീഷ്, ഷാമില, മീഡിയ കൺവീനർ ഷിജിൻ അറുമടി, ലാൽ ബി, എക്സിക്യൂട്ടീവ് മെമ്പർ റെജീന, ദീപ പ്രവീൺ, ആൻസി, ജോൽ മരിയ, മുഹമ്മദ് ബെന്നി എന്നിവരെയും ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. കാലം മായ്ക്കാത്ത ഓർമ്മകളുമായി ഉമ്മൻചാണ്ടി ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു. OICC. കാലം മായ്ക്കാത്ത ഓർമ്മകളുമായി ഉമ്മൻചാണ്ടി ജനഹൃദയങ്ങളിൽ എക്കാലവും ജീവിക്കുമെന്ന് OICCയുടെ ആഭിമുഖ്യത്തിൽ ബഹ്റൈൻ കേരളീയ സമാജത്തിൽ വച്ച് നടത്തിയ ഉമ്മൻചാണ്ടിയുടെ 2ാമത് ചരമദിനത്തോടനുബന്ധിച്ച് നടത്തിയ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്ത നേതാക്കൾ അഭിപ്രായപ്പെട്ടു. മരണപ്പെട്ട് 2 വർഷം കഴിഞ്ഞിട്ടും പുതുപ്പള്ളി പള്ളിയിലെ കല്ലറയിൽ എത്തിച്ചേരുന്ന ആളുകൾക്ക് ഉമ്മൻചാണ്ടി ഭരിച്ച കാലഘട്ടത്തിൽ ആനുകൂല്യങ്ങൾ ലഭിച്ച ആളുകൾ മാത്രമല്ല, ആനുകൂല്യങ്ങളും സൗജന്യങ്ങളും ലഭിച്ചതും ലഭിക്കാത്തവരുമായ ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മറ്റു നേതാക്കൾക്ക് ഒന്നും ലഭിക്കാത്ത കരുതലും സ്നേഹവും ഇന്നും കേരളത്തിലെ ജനങ്ങൾക്ക് അദ്ദേഹത്തിനോടുണ്ട്. പാവങ്ങളുടെ കാലവും ഉമ്മൻചാണ്ടിക്ക് ഒരു പ്രത്യേക കരുതലുണ്ടായിരുന്നു. അതാണ് അദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടങ്ങളിൽ ഉണ്ടായ വികസന പ്രവർത്തനങ്ങളോടൊപ്പം പാവങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾക്ക് പണം മുടക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. അതിവേഗം ബഹുദൂരം എന്ന മുദ്രാവാക്യവുമായി കേരളത്തിൽ ഇന്ന് കാണുന്ന പ്രധാന വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനോ പൂർത്തിയാക്കുന്നതിനോ അദ്ദേഹത്തിന് സാധിച്ചത്. OICC ദേശീയ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഗിരീഷ് കളേത്ത് അധ്യക്ഷത വഹിച്ച അനുസ്മരണ സമ്മേളനം OICC മിഡിൽ ഈസ്റ്റ് ജനറൽ കൺവീനർ രാജു കല്ലുംപുറം ഉദ്ഘാടനം ചെയ്തു. ബഹ്റൈൻ കേരളീയ സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാർക്കിൽ മുഖ്യപ്രഭാഷണം നടത്തി. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സോവൻ ബേബി, ബഹ്റൈൻ കേരളീയ സമാജം ആക്ടിംഗ് പ്രസിഡന്റ് ദിലീഷ് കുമാർ, മുൻ KCA പ്രസിഡന്റ് സേവി മാത്തുണ്ണി, OICC ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം, KMCC സെക്രട്ടറി ഫൈസൽ കണ്ടിത്താഴ് എന്നിവർ ഉൾപ്പെടെ ഒട്ടേറെ പേർ അനുസ്മരണ പ്രഭാഷണം നടത്തി. OICC നേതാക്കളായ സയ്യിദ് MS, ജീസൺ ജോർജ്, പ്രദീപ് മെപ്പയൂർ എന്നിവർ നേതൃത്വം നൽകി. ബഹ്റൈൻ AKCCക്ക് പുതിയ ഭാരവാഹികൾ. സീറോ മലബാർ സഭയുടെ കാത്തലിക് കോൺഗ്രസിന്റെ ബഹ്റൈൻ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ചാൾസ് ആലുക്ക പ്രസിഡന്റായും ജീവൻ ചാക്കോ സെക്രട്ടറിയായും നേതൃത്വം നൽകുന്ന ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റ് പോളി വിധേയത്തിലും ട്രഷറർ ജിബി അലക്സുമാണ്. മറ്റു ഭാരവാഹികളായി ജെൻസൺ ദേവസി, രതീഷ് സെബാസ്റ്റ്യൻ, ഡേവിഡ് തോമാന, ജസ്റ്റിൻ ജോർജ്, ജോൺ ആലപ്പാട്, അലക്സ് കറിയ, മോൻസി മാത്യു എന്നിവരാണ്. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ കമ്മിറ്റിയുടെ കീഴിൽ 73 രാജ്യങ്ങളിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ കമ്മിറ്റികൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. കത്തോലിക്ക കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. താല്പര്യമുള്ളവർ മെമ്പർഷിപ്പ് സെക്രട്ടറി ജസ്റ്റിൻ ജോർജിനെ 3777503 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. BMC ന്യൂസ് ലൈവിൽ മറ്റൊരു ഇടവേള.
BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയിൽ രാമായണ മാസ ആചരണവും കർക്കിടകവാവിന് പിതൃതർപ്പണ ബലിയും ഒരുക്കുന്നു. സൽമാനിയ കാനു ഗാർഡനിൽ പ്രവർത്തിക്കുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയിൽ ഈ വർഷത്തെ രാമായണ മാസാചരണത്തിന് വർണ്ണാഭമായ തുടക്കമായി. ജൂലൈ 17 മുതൽ ആഗസ്റ്റ് 16 വരെ ഒരു മാസക്കാലമാണ് രാമായണ മാസാചരണം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ സൊസൈറ്റിയിൽ എല്ലാ ദിവസവും വൈകിട്ട് 7:20 മുതൽ 8:30 വരെ രാമായണ പാരായണവും പ്രാർത്ഥനയും ഉണ്ടായിരിക്കുമെന്നും കൂടാതെ സൊസൈറ്റിയിൽ ഈ വർഷവും കർക്കിടക വാവ് ദിവസം പിതൃതർപ്പണ ബലിയിടാൻ ആഗ്രഹിക്കുന്ന ഭക്തർക്ക് അതിനുള്ള അവസരമുണ്ടാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കർക്കിടക ദിവസമായ ജൂലൈ 24 വ്യാഴാഴ്ച രാവിലെ 5 മണി മുതൽ സൊസൈറ്റി അങ്കണത്തിൽ വച്ച് നടക്കുന്ന ചടങ്ങുകളുടെ കൂടുതൽ വിവരങ്ങൾക്കും മുൻകൂട്ടി പേരുകൾ ബുക്ക് ചെയ്യുവാനും രജീഷ് പട്ടാഴി 34151895, ശിവജി ശിവദാസൻ 66994550 എന്നിവരുമായി ബന്ധപ്പെടാവുന്നതാണ്. 20 വർഷത്തെ പ്രതീക്ഷകൾ അസ്തമിച്ചു. സൗദിയിലെ ഉറങ്ങുന്ന രാജകുമാരൻ വിടവാങ്ങി. സൗദി അറേബ്യയിലെ ഉറങ്ങുന്ന രാജകുമാരൻ എന്നറിയപ്പെട്ടിരുന്ന അൽ വലീദ് ബിൻ ഖാലിദ് ബിൻ തലാൽ അബ്ദുൽ അസീസ് രാജകുമാരൻ അന്തരിച്ചു. മരണത്തിനും ജീവിതത്തിനുമിടയിൽ 20 വർഷത്തോളമാണ് കണ്ണുപോലും തുറക്കാതെ കോമയിൽ കിടന്നത്. സൗദി പ്രസ് ഏജൻസിയാണ് മരണവിവരം അറിയിച്ചത്. 2005 ലണ്ടനിൽ പഠനത്തിനിടെയാണ് അൽ വലീദ് ബിൻ ഖാലിദിന് വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. അപകടത്തിന് ശേഷം ഒരിക്കൽ പോലും കണ്ണു തുറന്നില്ല. ഇതോടെയാണ് രാജകുടുംബാംഗമായ അൽ വലീദ് ബിൻ ഖാലിദ് ഉറങ്ങുന്ന രാജകുമാരൻ എന്നറിയപ്പെട്ടത്. അന്നു മുതൽ ഈ 20 വർഷവും കോമയിലായിരുന്നു. ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്നിട്ടും ജീവൻ രക്ഷാ സംവിധാനങ്ങൾ മാറ്റി മരണത്തിന് വിട്ടുകൊടുക്കാൻ പിതാവ് ഖാലിദ് ബിൻ തലാൽ തയ്യാറായില്ല. പകരം എല്ലാം വീട്ടിലൊരുക്കി മകൻ ദൈവം വിളിക്കുമ്പോൾ പോകട്ടെ എന്ന് അൽ സൗദ് കുടുംബം നിലപാടെടുത്തു. മുറി മനോഹരമായി അലങ്കരിച്ചു. കണ്ണുകൾ തുറക്കാതിരിക്കുമ്പോഴും സ്നേഹപരിചരണത്താൽ രാജകുമാരൻ എപ്പോഴും ഭംഗിയോടെ കാണപ്പെട്ടു. ഖാലിദ് ബിൻ തലാൽ തന്നെയാണ് മരണവിവരം സൗദി പ്രസ് ഏജൻസിയോട് സ്ഥിരീകരിച്ചത്. ലോകമാകെ ആർദ്രമായി ഉറ്റുനോക്കിയ ജീവിതമാണ് അവസാനിച്ചത്. ലോകത്ത് അപൂർവമായ ജീവിതം മാതൃകയും. ഇന്ന് സൗദിയിലെങ്ങും പ്രാർത്ഥനകൾ നടക്കും. അധ്യാപക സംഘടനകളെ നിയന്ത്രിക്കാൻ നീക്കം. സ്കൂളുകളിൽ ഹിതപരിശോധനയ്ക്ക് സർക്കാർ. സ്കൂൾ അധ്യാപക സംഘടനകളെ നിയന്ത്രിക്കാൻ ഹിതപരിശോധനയുമായി സർക്കാർ. ഇതിനായി കേരള വിദ്യാഭ്യാസ ചട്ടത്തിൽ ഭേദഗതി വരുത്താൻ ഒരുക്കം തുടങ്ങി. ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ലയിപ്പിച്ച് സ്കൂൾ ഏകീകരണം പൂർത്തിയാക്കുന്നതിന് മുന്നോടിയായാണ് പൊതുവിദ്യാലയങ്ങളിലെ ഹിതപരിശോധന. ഇത് നടപ്പായാൽ ഹയർ സെക്കൻഡറി ഉൾപ്പെടെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒട്ടേറെ സംഘടനകൾ പുറത്താവും. ഇതോടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിലനിൽക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ നിയന്ത്രണത്തിലുള്ള അധ്യാപക സംഘടനകൾ മാത്രമാകും. ഭരണപരമായ സൗകര്യത്തിനാണ് ഹിതപരിശോധന നടത്തുന്നതെന്ന് സർക്കാർ വാദിക്കുമ്പോഴും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് നീക്കം. അധ്യാപകർക്ക് സംഘടന രൂപവൽക്കരിക്കാൻ ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ അപേക്ഷ നൽകി സെക്രട്ടറി തലത്തിലുള്ള അംഗീകാരം നേടിയാൽ മാത്രം മതി. നിലവിൽ 42 അധ്യാപക സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ പ്രഥമാധ്യാപകർക്കും അധ്യാപകർക്കുമായി വെവ്വേറെ സംഘടനകളും ഹയർ സെക്കൻഡറിയിൽ കാറ്റഗറി സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട്. ഭാഷാടിസ്ഥാനത്തിൽ രൂപവൽക്കരിച്ച സംഘടനകളും പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സജീവമാണ്. ഹിതപരിശോധന നടപ്പായാൽ ഇതിൽ മിക്ക സംഘടനകളുടെയും നിലനിൽപ്പിന് ഇത് ഭീഷണിയാവും. സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ ജൂലൈ 22 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക്. ബസ് ഉടമകളുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സമരവുമായി മുന്നോട്ടു പോകുന്നത്. സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ ജൂലൈ 22 മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുന്നുവെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി പ്രഖ്യാപിച്ചു. സർക്കാർ ആവശ്യങ്ങൾ പരിഗണിക്കാൻ തയ്യാറാകുന്നില്ലെന്ന് ആരോപിച്ചാണ് സമരം. ദീർഘദൂര ലിമിറ്റഡ് സ്റ്റോപ്പ് സർവീസുകൾ ഉൾപ്പെടെ നിലവിലുള്ള എല്ലാ പെർമിറ്റുകളും അതേപടി പുതുക്കുക, വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് ക്രമീകരിക്കുക, ഈ ചാനലുകളുടെ പേരിൽ പോലീസ് അനാവശ്യമായി പിഴയിടുന്ന നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കോർഡിനേഷൻ കമ്മിറ്റി മുന്നോട്ട് വച്ചത്. ജനറൽ കൺവീനർ രാജ്കുമാർ കരുവാരൻ, കൺവീനർമാരായ PK പവിത്രൻ, K വിജയൻ എന്നിവർ ചേർന്നാണ് പ്രഖ്യാപനം നടത്തിയത്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറുമായി നടത്തിയ ചർച്ചയോടെ ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം സമരത്തിൽ നിന്ന് പിന്മാറിയിരുന്നെങ്കിലും മറ്റു സംഘടനകൾ സമരം തുടരുകയാണ്. തുടർന്ന് ഗതാഗത കമ്മീഷണർ ഉടമകളുമായി ചർച്ച നടത്തിയെങ്കിലും അതും ഫലമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. ജൂലൈ 7 സംയുക്ത സംഘടനകൾ മുന്നറിയിപ്പ് പണിമുടപ്പ് നടക്കുകയും തുടർന്ന് നടപടികളില്ലാത്ത സാഹചര്യത്തിലാണ് അനിശ്ചിതകാല സമര തീരുമാനമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.